ഈ കേട്ട കിളികളുടെ ശബ്ദമൊക്കെ ഒറിജിനലാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ സൈഡിലും പിന്നിലൊക്കെ വലിയ വലിയ തൊടികളും കാടൊക്കെയാണ്. അവിടെ ഒരുവിധപ്പെട്ട എല്ലാ കിളികളും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ മയിലുകളൊക്കെ ഇഷ്ടം പോലെയാണ്. നമ്മുടെ വീടിൻ്റെ മുകളിലും മുറ്റത്തും മതിലിൻ്റെ മുകളിലും റോഡിലൊക്കെ മനുഷ്യർ നടക്കണ പോലെയാണ് ഇവിടെ മയിലുകൾ നടന്നു പോവുക കേട്ടോ. ഇവിടെയുള്ളവർക്ക് അതൊന്നും ഒരു പുതുമയുള്ള കാഴ്ചയല്ല, നമുക്കതൊക്കെ കണ്ട് ശീലമായി കേട്ടോ. അപ്പോൾ പുറത്തുനിന്നൊക്കെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ മയിലിനെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര അതിശയമാണ്. ഉയരങ്ങൾ കീഴടക്കുക എന്നുള്ളതാണ് നമ്മുടെ ബൊമ്മിക്കുട്ടിയുടെ ലക്ഷ്യം കേട്ടോ. എവിടെയൊക്കെ ഏറ്റവും ഉയരത്തിലേക്ക് കയറാൻ പറ്റുമോ അവിടെയൊക്കെ കയറിയിരിക്കുക എന്നുള്ളതാണ് ബൊമ്മിക്കുട്ടിയുടെ പരിപാടി. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മരങ്ങളിലും ട്രാൻസ്ഫോമറിലൊക്കെ നമ്മുടെ ബൊമ്മിക്കുട്ടി കയറണതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ബൊമ്മിക്കുട്ടിക്ക് എപ്പോഴും ഇങ്ങനെ ഉയരങ്ങളിൽ കയറിയിരിക്കണം, അതാണ് ബൊമ്മിക്കുട്ടിയുടെ ഒരു ഹോബി കേട്ടോ. അപ്പോൾ അത് ഇത്രയും നേരം അതിൻ്റെ മുകളിലാണ്. ഇപ്പോൾ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു രാവിലെയാണ്. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ രാവിലെ എന്തൊക്കെയാണ് ചെയ്യണത്, അവരുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഒരു രാവിലെ 8 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. 8-8:30 ഉള്ളിലാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചമ്പിക്കുട്ടി ഇങ്ങനെ കസേരയിൽ അലസായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബബിൾ കുട്ടനെ ചമ്പിക്കുട്ടിയെ കളിക്കാൻ വരാൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ. എന്താ അങ്ങനെ കിടക്കുന്നത്, ചടഞ്ഞുകൂടി കിടക്കാതെ കളിക്കാൻ വരുമെന്നൊക്കെയാണ് കേട്ടോ പറയണത്. ചമ്പിക്കുട്ടിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇപ്പം ഞാൻ കളിക്കാനൊന്നും വരുന്നില്ല ചെക്ക, നീ പോടാന്നൊക്കെയാണ് ചമ്പിക്കുട്ടി പറയണത് കേട്ടോ. ചെക്കനത് ഇഷ്ടപ്പെട്ടില്ല. ചെക്കൻ എപ്പോഴും കളിക്കണം. എന്താ വെച്ചാൽ നമ്മുടെ പീക്കിരിക്കുട്ടനും നമ്മുടെ ബബിൾ കുട്ടനും കൂടി എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുമല്ലോ. അവർ ഉറങ്ങണത് ഒപ്പായിരിക്കും, കളിക്കണത് ഒപ്പായിരിക്കും, ഉണരണത് ഒപ്പാണ്. അതേപോലെ തന്നെ ഫുഡ് കഴിക്കണതും എല്ലാവരും ഒപ്പായിരുന്നു കേട്ടോ. നമ്മുടെ പീക്കിരിക്കുട്ടൻ പോയ സമയത്ത്, അവൻ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മുടെ ബബിൾക്കുട്ടൻ വന്നിട്ട് നമ്മുടെ പീക്കിരിക്കുട്ടനെ ഇങ്ങനെ മണത്ത് നോക്കിയിട്ടോ. എന്നിട്ട് എത്രയോ അവൻ്റെ ദേഹം നക്കി 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 തോർത്തി കൊടുത്തു കേട്ടോ. അങ്ങനെ മണത്ത് നോക്കും, എൻ്റെ കൈ കൊണ്ടൊന്നിങ്ങനെ തട്ടി നോക്കും. എന്നിട്ട് ഇങ്ങനെ അവൻ്റെ ശരീരം മൊത്തം അവൻ്റെ സ്നേഹം അവസാനമായിട്ട് അവന് കൊടുക്കാൻ പറ്റണ എല്ലാ സ്നേഹം അവന് അങ്ങനെ നക്കി കൊടുത്തിട്ടാണ് കേട്ടോ അവസാനമാണ് നമ്മുടെ പീക്കിരിക്കുട്ടനെ മറവ് ചെയ്തത്. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാനുള്ള ഒരു മനസ്സ് അങ്ങനെ ഞാൻ ചിന്തിച്ചത് പോലും ഇല്ല കേട്ടോ. ഞാൻ ആകെ ഇങ്ങനെ തകർന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുക എങ്ങനെ, നമുക്കത് പറ്റില്ല കേട്ടോ. അത് നമുക്ക് പറ്റില്ല, ഒരിക്കലും കഴിയാത്തൊരു കാര്യമാണ് അങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ളത്. എടുക്കണവരെ സമ്മതിക്കണം, അവരുടെ മനോബലത്തെ സമ്മതിക്കണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മുടെ പീക്കിരിക്കുട്ടൻ പോയിട്ട് പിന്നെ പിറ്റേയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ ബബിൾക്കുട്ടൻ എന്താ ചെയ്യാന്നറിയോ? മുറ്റത്ത് കൂടെ നടന്നിട്ട് അതവൻ മറന്നുപോയി തോന്നുന്നു കേട്ടോ. അന്വേഷിക്കുകയാണ് കേട്ടോ, കാണാനില്ല. അപ്പോൾ ഇവൻ ഇല കല്ല് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ തട്ടിയിട്ട് വെറുതെ ഇവൻ ഇങ്ങനെ കളിക്കുക. കാരണം ഇവൻ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് നമ്മുടെ പീക്കിരിക്കുട്ടൻ എവിടെ ഉണ്ടെങ്കിലും പാഞ്ഞു വരും കേട്ടോ അവൻ്റെ കൂടെ കളിക്കാൻ. അപ്പോൾ അങ്ങനെ വല്ല കയറൊക്കെ കണ്ട് അതൊക്കെ കടിച്ച് നോക്കുക, അങ്ങനെ ഓരോന്നും ഇവൻ കാണിക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ 4 പുറത്ത് കൂടെ ഇങ്ങനെ നോക്കും കേട്ടോ. ആരും വരണില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ 3-4 ദിവസമൊക്കെ അവ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. എന്താ ചെയ്യുക, അവ അങ്ങനെ പെട്ടെന്ന് പോകുന്നു നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവ ഒരു രാജകുമാരനെ പോലെയാണ് കേട്ടോ ഇവിടെ ജീവിച്ചതൊക്കെ. അത്ര ഒരു ഗുണ്ടപ്പൻ കുട്ടനല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് എന്നെ ആശ്വസിപ്പിച്ചു കേട്ടോ കമൻറ്റിലൂടെ. ഒരുപാട് പേരുടെ സ്നേഹം, പീക്കിരിക്കുട്ടനോടുള്ള ഇഷ്ടം ഒരുപാട് എന്നെയും കുറേ പേര് ആശ്വസിപ്പിച്ചു. അപ്പോൾ അവരോടൊക്കെ ഈ സമയത്ത് ഞാൻ എല്ലാവർക്കും എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ പറയണ വാചകങ്ങൾ ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ നമുക്കത് എത്രയും നമ്മളത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാവരോടും ഈ സമയത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊക്കെ എൻ്റെ സ്നേഹവും നന്ദി, നിങ്ങളുടെ ആശ്വാസവാക്കിനും തലോടലൊക്കെ എനിക്കതൊക്കെ വലിയ ആശ്വാസമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫീലിങ്സ് എനിക്ക് കിട്ടി കേട്ടോ. കാരണം നിങ്ങളൊക്കെ ഹൃദയം തൊട്ടിട്ട് അങ്ങനെയുള്ളവരാണ് എൻ്റെ വീഡിയോസ് കാണൂ, അതങ്ങനെയുള്ളവരാണ് കമൻറ്റ് ചെയ്യുള്ളൂ. അല്ലാതെ വഴിയെ പോയി എത്തി നോക്കി പോണവർക്കൊന്നും ഇത് അവർക്ക് മനസ്സിലാവില്ല. അവർക്കിങ്ങനെ ഹൃദയം തൊട്ട് കമൻ്റ് ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പം നിങ്ങൾ അവിടെ ഇരുന്ന് അത്ര ദൂരെ ഇരുന്നിട്ട് എന്നെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ആ മനസ്സിലത്തെ അപ്പോഴത്തെ ആ വികാരം ഉണ്ടല്ലോ, ആ ഒരു ആശ്വാസം തലോടൽ, അതൊക്കെ എനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചമ്പിക്കുട്ടിയില്ലേ, ഞാൻ ഇടയ്ക്ക് നമ്മുടെ പീക്കിരിക്കുട്ടൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ചമ്പിക്കുട്ടി പെട്ടെന്ന് അങ്ങോട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് ഓടി വന്നിട്ട് എന്നെ തുറച്ച് നോക്കൂട്ടോ. പീക്കിരിക്കുട്ടൻ്റെ ആ ശബ്ദം, പീക്കിരിക്കുട്ടൻ 9 മാസമായിട്ടും പീക്കിരിക്കുട്ടന് കുഞ്ഞു ഉണ്ണികളുടെ ശബ്ദമായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, എപ്പോഴും ഇങ്ങനെ കുഞ്ഞു ഉണ്ണികൾ കരയണ പോലെയാണ് അവൻ കരയുക. അപ്പോൾ ചമ്പിക്കുട്ടി വന്നിട്ട് ആ ശബ്ദം കേട്ടിട്ട്, വീഡിയോ കാണുമ്പോൾ ശബ്ദം കേട്ടിട്ട് സോഫയുടെ അടിയിലേക്കും ടേബിളിൻ്റെ അടിയിലേക്കും കട്ടിലിൻ്റെ ചുവട്ടിലേക്കും ഒക്കെ നോക്കും. അപ്പോൾ ഞാൻ പിന്നെ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ മ്യൂട്ട് ചെയ്തിട്ടാണ് കാണുള്ളൂ കേട്ടോ. കാരണം അവളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിക്കും.
അപ്പോൾ ഇതാ നമ്മുടെ ബബ്ലിക്കുട്ടൻ ചമ്മിക്കുട്ടി വരുന്നില്ല എന്ന് കണ്ടപ്പോൾ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ബാബുവേട്ടൻ ഒരു ഓട്ടം പോവാണ്. അപ്പോൾ ബാബുവേട്ടൻ പോണ സമയത്ത് ഇവരാരും ബാബുവേട്ടനെ മൈൻഡ് ചെയ്യില്ല കേട്ടോ. ബാബുവേട്ടന് 10 പൈസയുടെ വില പോലും കൊടുക്കില്ല. അങ്ങനെ ഒരാൾ പോവുകയാണോ പോയിക്കോട്ടെ എന്നാണ് കേട്ടോ, ഞങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നൊക്കെയാണ് കേട്ടോ. ഇനി തിരിച്ചു വരുമ്പോൾ കാണേണ്ട പൂരാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ എന്താ അപ്പോൾ അവരുടെ ഒരു സൂത്രം നോക്കി നോക്കൂ. തിരിച്ചു വരുമ്പോൾ ബാബുവിൻ്റെ കയ്യിൽ മീനോ കാറ്റ് ഫുഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഇവർക്ക് അറിയാലോ. അപ്പോൾ ഭയങ്കര എത്ര കുംഭകർണ സേവയിലായാലും എല്ലാവരും അപ്പോൾ എണീറ്റ് വരും, ബാബുവേട്ടനെ ഇങ്ങോട്ട് ചുറ്റി വളയും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പൂച്ചക്കുട്ടികളുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ ഉറങ്ങുകയാണ്. അതേപോലെ തന്നെ ബാബുവേട്ടനും പോയി. അപ്പോൾ ഞാനെന്നാൽ പോയിട്ട് കുറച്ച് എൻ്റെ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുകളിലേക്ക് അടിച്ചുരി തുടയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കാരണം താഴെ എല്ലാവരും കിടന്നുറങ്ങുകയാണ് കേട്ടോ. കുറിഞ്ഞിപ്പൂച്ചി ഉറങ്ങുന്നുണ്ട്, എല്ലാവരും ഉറങ്ങുകയാണ്. അപ്പം എന്നാൽ ആ സമയത്ത് ഞാൻ എന്നാൽ മുകളൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ താഴത്തെ ഡോറൊക്കെ അടച്ചിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. എല്ലാ വാതിലും അടച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ കാര്യം എന്നറിയോ, നമുക്കങ്ങനെ പൂച്ചക്കുട്ടികൾ പുറത്ത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് തുറന്നിടാനും പറ്റില്ല. കാരണം നമ്മുടെ ഒരു കറുത്ത കാടമ്പൂച്ച വരും കേട്ടോ ഇവിടെ. എൻ്റെ ദൈവമേ, ആ പൂച്ച, ഇങ്ങനെ ഒരു ദ്രോഹി പൂച്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. എന്തൊരു കടിക്കണമെന്നറിയോ. കഴുത്തൊക്കെ നമ്മുടെ പീക്കിരിക്കുട്ടനെ ഒരു ദിവസം ഇതേപോലെ കറുത്ത പൂച്ച കടിച്ചിട്ട് അവൻ്റെ കഴുത്തൊക്കെ മുറിഞ്ഞു കേട്ടോ. അവൻ എന്തൊരു പേടിയാണ്. എനിക്ക് പേടിയുണ്ടായിരുന്നു ആ പൂച്ച എങ്ങാനും എൻ്റെ പീക്കിരിക്കുട്ടനെ കൊല്ലുമെന്നായിരുന്നു കേട്ടോ. കാരണം എപ്പോഴെങ്കിലുമൊക്കെ പുറത്തിറങ്ങുന്ന സമയത്താണ് പിടിക്കണത് കേട്ടോ. അങ്ങനെ ഒളിച്ച് പാത്തിരിക്കുക പൂച്ച. വല്ലാത്തൊരു കടിയാണ് കടിക്കണതേ. കഴുത്തിലിങ്ങോട്ടും കടിച്ച് വലിക്കും. ഒരു ദുഷ്ട പൂച്ച കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി എന്നിട്ട് നോക്കി നോക്കും, ഇവരൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇത് അയ്യോ പാവം പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കുകയും ചെയ്യും. ആകെ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ഒരു ധർമ്മസങ്കടത്തിലാവും. എത്രയായാലും ഭക്ഷണമല്ലേ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ 1-2 മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഓടിച്ച് കല്ലെടുത്തിട്ടും വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഓടിച്ചു വിടും കേട്ടോ. എന്താ ചെയ്യുക. അപ്പം നിങ്ങൾ ചിലപ്പോൾ ചിലവർ എന്നെ ചീത്ത പറയും, എന്തിനാ അങ്ങനെ കൊടുക്കണമെന്നൊക്കെ ചോദിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക. അപ്പം നമ്മളങ്ങനെ അറിയാതെ നമുക്ക് എത്രയും ഇവരിങ്ങനെ കഴിക്കണത് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് പോയ പൂച്ചകളെ കുറിച്ചൊക്കെ ആലോചിക്കും കേട്ടോ. കാരണം അവരൊക്കെ ഇനി പോയിട്ട് അവർക്കൊക്കെ ഇതേപോലെ നടക്കുന്നുണ്ടാവുമോ, ഫുഡ് കഴിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ കാടൻ പൂച്ചകൾ സാധാരണ മറ്റുള്ള പൂച്ചകളെ ദ്രോഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രകൃതിയുടെ ഭാഗമാണ്. എനിക്കറിയാം അതൊക്കെ കേട്ടോ. കാരണം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരങ്ങനെയാണ്. ഓരോ സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ ആൺപൂച്ചകളെ അവർ ഓടിച്ചു വിടും. ഒരു പ്രകൃതിയിലുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പൂച്ചക്കുട്ടികളെയൊക്കെ ഓർക്കും. അവരൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടാവുമോ, എവിടെയൊക്കെ ഇതേപോലെ കാടന്മാർ പോയിട്ടുണ്ടേ. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ തന്നെ കൊടുത്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ അടിച്ചൊരി തുടയ്ക്കുന്ന സമയത്ത് ഇതാ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. നല്ല ഓട്ടും പുറത്ത് കൂടെ ഇങ്ങനെ വെള്ളം വീണുണ്ട്. അപ്പം നമുക്കിവിടെ ഇങ്ങനെ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ, ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ 4 പുറം കാണാം കേട്ടോ. സത്യം പറഞ്ഞാൽ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ. പുറത്തേക്ക് ആര് പോയാലും വന്നാലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ കൈകൊണ്ട് അങ്ങനെ അങ്ങോട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ചില ദിവസമൊക്കെ തുടപ്പൊക്കെ എടുത്ത് തുടയ്ക്കും, ചില ദിവസം ഇങ്ങനെ കൈ കൊണ്ട് തുടയ്ക്കും. അപ്പോൾ മുകളിലൊന്നും അങ്ങനെ എന്നൊന്നും തുടയ്ക്കില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ തുടയ്ക്കുള്ളൂ. കാരണം ഇവിടേക്ക് അധികം ആരും ചവിട്ടാനൊന്നും വരുന്നില്ല. നമ്മുടെ പൂച്ചക്കുട്ടികൾ ഞാനിങ്ങോട്ട് വന്ന് കുറേ നേരം എന്നെ കണ്ടില്ലെങ്കിൽ മാത്രമാണ് കേട്ടോ അന്വേഷിച്ച് വരുള്ളൂ. അല്ലെങ്കിൽ അവരിങ്ങോട്ട് അങ്ങനെ വരുമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ബബിളിക്കുട്ടൻ 1 വയസ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവൻ ഇവിടെ നിന്ന് എങ്ങാനും പോകുമെന്നറിയില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ പെൺപൂച്ചകളുടെയൊക്കെ സർജറി കഴിഞ്ഞതാണ് കേട്ടോ. 3 പേര് നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ നിൽക്കുമോ, നീ പെൺപൂച്ചകളെ തേടി പോവുമോ, അതോ പോയിട്ട് തിരിച്ചു വരുമോ. പോയവരൊന്നും തിരിച്ച് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അറിയില്ല എന്താവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ ആ റൂമും അവിടുത്തെ ബാൽക്കണിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം, ഇത് കുട്ടികളുടെ റൂമാണ് കേട്ടോ, ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ജനലിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇവിടെ മുകളിൽ നിന്ന് 4 പുറം നോക്കിയാലും എല്ലാം ഇവിടെ നന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ അവിടെയൊക്കെ അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. ഇതേപോലെ തന്നെ താഴെ ഇനി ഒരുപാട് പണികളുണ്ട് കേട്ടോ. ഇതേപോലെ അടിച്ചു വരൽ, തുടയ്ക്കൽ, പാത്രം കഴുകൽ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി ഇനി ചോറും കറിയും എല്ലാം ഉണ്ടാക്കണം കേട്ടോ. പാത്രങ്ങൾ മോറണം, തുണികൾ തിരുമ്പണം, അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ കുളിയൊക്കെ രാവിലെ കഴിഞ്ഞു കേട്ടോ. എന്നാലും പണികളൊക്കെ കഴിയുന്ന സമയത്ത് ഒന്നും കൂടി കുളിക്കേണ്ടി വരും. അപ്പോൾ ഇതാ കുറിഞ്ഞ് കണ്ടോ എന്നെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. എന്താ കാണാനില്ലല്ലോ, എവിടെ പോയിന്ന്. അപ്പോഴേക്കും ഇതാ പിന്നാലെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബബിളിക്കുട്ടനും ബൊമ്മിക്കുട്ടിയൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ കാണാനിട്ടാണ് വന്നിരിക്കുന്നത്, അന്വേഷിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കണ്ടില്ലെങ്കിൽ അപ്പോൾ അന്വേഷിച്ച് വരും. ഇവർക്ക് എങ്ങനെയാണെന്ന് അറിയാം, എപ്പോഴും ഇവർക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ ഇവരോട് സംസാരിക്കുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് എല്ലാം അറിയാം കേട്ടോ. പൂച്ചകൾക്ക് എല്ലാം അറിയാം. പിന്നെ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പോണ സമയത്തില്ലേ
പൂച്ചക്കുട്ടികളെ വളർത്തുക പറയുമ്പോൾ കുറേ പേർക്ക് ഭയങ്കര പുച്ഛമാണ് കേട്ടോ. വളർത്തുകയാണെങ്കിൽ നായ്ക്കളെ വളർത്തണം, നായ്ക്കൾക്കാണ് സ്നേഹമുള്ളൂ, പൂച്ചകൾക്ക് സ്നേഹമില്ല എന്നൊക്കെ പറയും കേട്ടോ. ശരിയായിരിക്കും, പൂച്ചകൾക്കൊരു എത്രയായാലും അവരാണ് ബോസ്, നമ്മൾ അവരുടെ സേവകരാണ്. നായ്ക്കൾ അങ്ങനെയല്ല, നമ്മുടെ അടിമകളായിട്ട് നിൽക്കും, അതാണ് വ്യത്യാസം കേട്ടോ. പക്ഷേ നമ്മളാണല്ലോ അവരെ സ്നേഹിക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ നായയാണോ പൂച്ചയാണോ എന്ന് നോക്കിയിട്ടാണോ അപ്പോൾ നമ്മൾ സ്നേഹിക്കുക? ഇവരെ നോക്കിക്കൊണ്ട് നമുക്ക് പുണ്യം കിട്ടുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനുഗ്രഹം വന്നു ചേരുന്നോ ഒന്നും വിചാരിച്ചിട്ട് നോക്കണമെന്നല്ല കേട്ടോ. നമ്മുടെ മനസ്സ് ഒരു സ്നേഹം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ പപ്പിക്കുട്ടൻ ഫുഡ് കഴിക്കുകയാണ്. ബ്രെഡാണ് കേട്ടോ കൊടുക്കുന്നത്. രാവിലെ നേരമല്ലേ, രാവിലെ ഇങ്ങനെ ബിസ്ക്കറ്റ് ബ്രെഡൊക്കെ തന്നെയാണ് കേട്ടോ കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂസ്ലി ഒന്നും നമ്മുടെ പപ്പിക്കുട്ടൻ ബ്രെഡ് ബിസ്ക്കറ്റൊന്നും കഴിക്കില്ല കേട്ടോ. ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പഠിക്കൽ തന്നെ കിടക്കുന്നുണ്ടാവും, വേറെ നായ്ക്കളാണ് കഴിച്ചിട്ട് പോകുക കേട്ടോ. അപ്പോൾ ചോറായാൽ പോലും ചില സമയത്ത് ഇതേപോലെ കുറച്ച് കഴിച്ചിട്ട് അങ്ങോട്ട് ഒരൊറ്റ പോക്കാണ് കേട്ടോ. കണ്ണി കണ്ട നായ്ക്കളുടെ കൂടെ അങ്ങനെ കറങ്ങി നടക്കലാണ് കേട്ടോ പണി. അപ്പോൾ ഇതാ ബൊമ്മിക്കുട്ടി വന്നിട്ട് ഇനി എവിടെ ഉയരത്തിൽ കയറാൻ പറ്റുക പറഞ്ഞിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ആ ബൊമ്മിക്കുട്ടി എവിടെയെങ്കിലും എയിം വെച്ചിട്ട് അവിടെ കയറണം എന്നുള്ള ഉന്നം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനെങ്ങാനും അടുത്തേക്ക് പോയാൽ ബൊമ്മിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. എന്തിനാ അടുത്തേക്ക് വരണേ, മാറി നിൽക്കൂ എന്നൊക്കെ പറയുമോ. ലിവ് മീ അലോൺ എന്നാണ് ബൊമ്മിക്കുട്ടി പറയുന്നത് കേട്ടോ. എന്നെ വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ബൊമ്മിക്കുട്ടി കണ്ടോ എന്നെ അടിച്ചത് കണ്ടപ്പോൾ. അപ്പോൾ അതാ ബൊമ്മിക്കുട്ടി ഇഷ്ടപ്പെട്ടില്ല. കാരണം ബൊമ്മിക്കുട്ടി ഇപ്പോൾ എവിടെയോ ആ ജനലിൽ പിടിച്ച് കയറാൻ നോക്കി. ഒരു മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ട് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഈ പൂച്ചക്കുട്ടിയുടെ സ്വഭാവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നെഞ്ചിലൊരാളല്ല എപ്പോഴും ട്രാൻസ്ഫോമറിലേക്ക് കയറി എൻ്റെ ദൈവമേ പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കിളികളൊക്കെ വന്നിരിക്കുക, അതിനൊക്കെ പിടിക്കാൻ കയറുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതുണ്ട് ഈ പൊട്ടശങ്കര ഓരോന്ന് കാണിക്കുന്നുണ്ട്. ഇതൊരു മഹാപാവാണ് കേട്ടോ ഈ ബബ്ലിക്കുട്ടൻ. കുറേ ഫുഡ് കഴിക്കും, പക്ഷെ ഒന്നും ദേഹത്ത് കാണാനില്ല, പക്ഷെ നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവരോടും എൻ്റെ നന്ദി സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹം. വീണ്ടും കാണാം.